സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. എല്ലാവർക്കും നമസ്കാരം. 66,000 വരെ ശമ്പളം വാങ്ങാൻ പറ്റുന്ന ജോലികളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതും പരീക്ഷയില്ല, ഇൻ്റർവ്യൂ മാത്രം. കൂടുതൽ സന്തോഷം എന്തെന്നാൽ പ്രായപരിധി 58 വയസ്സ് വരെ. PSC അല്ല, പക്ഷേ അവസരം ഒട്ടും മിസ് ചെയ്യരുത്. യോഗ്യത, ശമ്പളം, ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം ക്ലിയറായി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും. കാരണം ഒരുപാട് പേർക്ക് ലൈഫ് ചേഞ്ച് ആകുന്ന വിവരമാണിത്. കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ജോലി അവസരം. കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം. തസ്തികയും ഒഴിവുകളും. കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 43,200 രൂപ മുതൽ 66,000 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രായപരിധി 58 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത വെറ്റിനറി സയൻസ് ഇൻ പോൾട്രി സയൻസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സ് ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദം. അപേക്ഷാ ഫീസ് 1,500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്ക് 375 രൂപ മതി. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്നും പോൾട്രി ഡെവലപ്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. ശേഷം യോഗ്യതാ വിവരങ്ങളും പ്രോസ്പെക്ടസും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിരിക്കുന്ന ലിങ്ക് മുഖേന അപേക്ഷിക്കണം. അപേക്ഷാ ലിങ്ക് വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യത പ്രശ്നമല്ല. സംസ്ഥാന വയോജന കമ്മീഷനിൽ ജോലി അവസരം. പരീക്ഷയില്ല. കേരള സംസ്ഥാന വയോജന കമ്മീഷനിൽ ജോലി അവസരം. അസിസ്റ്റൻ്റ്, അറ്റൻഡർ ഒഴിവുകളിലാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുത്ത് ജോലി നേടാം. തസ്തികയും ഒഴിവുകളും. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാന ഓഫീസിലേക്ക് നിയമനം. അസിസ്റ്റൻ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, ഓഫീസ് അറ്റൻഡർ പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കുന്നത്. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹരായവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത: അസിസ്റ്റൻ്റ് ഡിഗ്രി യോഗ്യത നേടിയിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ യോഗ്യതയും ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ യോഗ്യതയും നേടിയിരിക്കണം. ഓഫീസ് അറ്റൻഡർ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. ഇൻ്റർവ്യൂ 3 തസ്തികകളിലേക്കുമുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, വയസ്സ് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. തീയതി 4/2/2026 ബുധൻ. സ്ഥലം ജില്ലാ പഞ്ചായത്ത് ഹാൾ, പട്ടം, തിരുവനന്തപുരം. സമയം രാവിലെ 11 മുതൽ. രജിസ്ട്രേഷൻ രാവിലെ 10 മുതൽ 11 വരെ. സംശയങ്ങൾക്ക് വിജ്ഞാപനം കാണുക. രജിസ്ട്രേഷൻ സമയത്ത് കൃത്യമായി എത്തിച്ചേരണം. വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് IRCTCയിൽ 43 ഒഴിവുകൾ. പരീക്ഷയില്ല, ഇൻ്റർവ്യൂ മാത്രം. IRCTC ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ജോലി നേടാൻ അവസരം. ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ആകെ 43 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. യോഗ്യരായവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാം. തസ്തികയും ഒഴിവുകളും: ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ റിക്രൂട്ട്മെൻറ്റ്.
ആകെ ഒഴിവുകൾ 43. റെയിൽവേ വെസ്റ്റ് സോൺ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകൾ. പ്രായപരിധി 28 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ ശമ്പളമായി ലഭിക്കും. യോഗ്യത BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് അല്ലെങ്കിൽ MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. യോഗ്യരായ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ്: ഉദ്യോഗാർത്ഥികൾ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ഇൻ്റർവ്യൂ സമയത്ത് അപേക്ഷാ ഫോം ഹാജരാക്കണം. ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തും. ഇൻ്റർവ്യൂ വിവരങ്ങൾ: നിയമനങ്ങൾ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഈ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന തീയതികളിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കി സംശയങ്ങൾ തീർക്കുക. സ്ഥലം: ഭോപ്പാൽ, മധ്യപ്രദേശ്. തീയതി 17/2/2026. സമയം 10:30 തൊട്ട് 5:30 വരെ. മുംബൈ, മഹാരാഷ്ട്ര. തീയതി 24/2/2026. സമയം 10:30 തൊട്ട് 5:30 വരെ. അടുത്തത് ഗോവ. ഡേറ്റ് 27/2/2026. സമയം 10:30 തൊട്ട് 5:30 വരെ. അടുത്തത് അഹമ്മദാബാദ്, ഗുജറാത്ത്. തീയതി 5/3/2026. സമയം 10:30 തൊട്ട് 5:30 വരെ. വിജ്ഞാപന ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് വനം വകുപ്പിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. ഡ്രൈവർ ജോലിക്കായി അപേക്ഷിക്കാം. 60,000 രൂപ വരെ ശമ്പളം. കേരള സർക്കാർ വനം വന്യജീവി വകുപ്പിന് കീഴിൽ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. കാറ്റഗറി നമ്പർ 861/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 26,500 രൂപ മുതൽ 60,700 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രായപരിധി 23-നും 41-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1984-നും 1/1/2002-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. എല്ലാ തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ഓടിക്കുന്നതിനുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും മോട്ടോർ വാഹനങ്ങൾ ഓടിച്ചുള്ള 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും വേണം. വനിതകൾക്കും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാനാവില്ല. ശാരീരിക യോഗ്യത 160 സെൻറ്റിമീറ്റർ കുറയാത്ത ഉയരം വേണം. 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ വികാസവും വേണം. കായികക്ഷമതാ പരീക്ഷ: ഉദ്യോഗാർത്ഥികൾ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.2 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെൻറ്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 609.6 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.8 സെൻറ്റിമീറ്റർ, പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ, 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റിനും 44 സെക്കൻഡും. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തുക. അപേക്ഷാ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 4/2/2026. കാറ്റഗറി നമ്പർ 861/2025. നെയിം ഓഫ് പോസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.